ഹായ് ഹായ്. ഇന്ന് ടൊവിനോയുടെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് പോവുകയാണേ. തിയേറ്ററിൽ അത്യാവശ്യം തിരക്കുണ്ടായിട്ടും ഏകദേശം മിഡിലിൽ തന്നെ സീറ്റ് കിട്ടിയേ. അങ്ങനെ സിനിമ കഴിഞ്ഞ് തിരിച്ചെത്തി. സിനിമയ്ക്ക് പോയൊരു സന്തോഷം എനിക്ക് തിരിച്ചിറങ്ങിയപ്പോൾ തോന്നിയില്ല. അത് സിനിമ മോശമായതുകൊണ്ടല്ല കേട്ടോ. അത്രയും നന്നായിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. 2003 മുത്തങ്ങ സമരത്തോടനുബന്ധിച്ച് ഇറങ്ങിയ സിനിമയാണ്. പക്ഷെ സിനിമയെന്ന് പറയുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ട്, അത് നമുക്ക് തിയേറ്ററിനകത്ത് കയറി ഇരുന്ന് കൈയടിക്കാനും കൂവി വിളിക്കാനുള്ള സീൻസ് ഒന്നുമില്ല. പക്ഷെ ആ ഒരു കഥ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമയുടെ അകത്തിരുന്ന് സിനിമ കാണണം. നമ്മൾ അതിൽ ലയിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വയലന്റ് സീനൊക്കെ വരുന്നുണ്ട്. അതായത് ടോവിനോയെ അടിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ണു പൊത്തി ഇരുന്നു പോകും. അതുപോലെ ഇതിലൊരു ആദിവാസിയായിട്ടൊരു പയ്യൻ അഭിനയിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരെ അടിക്കുന്ന കാണുമ്പോഴും നമ്മൾ ഇതുപോലെ ഇരുന്ന് പോകും. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയായിരിക്കും. പിന്നെ കൊടുത്തേക്കുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും ഓവർ ആക്ടിങ് ഒന്നുമില്ല, അവർക്ക് വേണ്ടത് മാത്രം ചെയ്തു പോയിരിക്കുന്ന കണക്കാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നായികയാണെങ്കിലും ഞാൻ ഇപ്പോഴാണ് നായികയെ കാണുന്നത്. ടോവിനോ ആയിട്ടുള്ള പാട്ട് സീനുണ്ട്, അടിപൊളി പാട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ആ തിയേറ്ററിൽ കാണുമ്പോൾ പാട്ട് ഭയങ്കര വൈബാണ് കേട്ടോ. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ടായിരിക്കും സിനിമ വിട്ട് നമ്മൾ പുറത്തിറങ്ങിയാലും ഈ ഒരു മൂവി നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കും. ഇതെന്തായാലും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്, എല്ലാവരും പോയി കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.